ലിറ്റിൽ സോളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും ഹാപ്പി ആയിട്ട് ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളെ ഒരു പ്രോഡക്റ്റ് പരിചയപ്പെടുത്താനാണ്. അപ്പോൾ ഇത് എനിക്കിന്ന് ആമസോണിൽ നിന്ന് ഇന്നാണ് വന്നത്. ഇന്ന് രാവിലെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഇന്ന് തന്നെ അതിൻ്റെ വീഡിയോ എടുത്ത് കളയാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ഞാനിപ്പം ഈവനിങ് ആണ് കേട്ടോ. അപ്പോൾ കുറച്ച് വീട്ടിൻ്റെ അകത്ത് വെട്ടം ഇഷ്യൂ വന്നതുകൊണ്ട് ഞാൻ പുറത്തിറങ്ങിയിരിക്കുകയാണ്. അതിൻ്റെ പുതിയ ബാക്ക്ഗ്രൗണ്ടൊക്കെയാണ്. ഇത് ടെറസിൻ്റെ മണ്ടയിലാണ് ഇരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളൊരു പ്രോഡക്റ്റ് പരിചയപ്പെടുത്താനാണ് വന്നിരിക്കുന്നത്. ഇതാണ് പ്രോഡക്റ്റ്. റിവ്യൂസും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് അടിപൊളി സാധനമാണെന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെയാണ് ഞാനിത് മേടിച്ചത്. ഇത് വെറും 300 രൂപയ്ക്ക് നമുക്ക് ആമസോൺ, ഫ്ലിപ്കാർട്ട് എല്ലാ സൈറ്റിലും അവൈലബിൾ ആണ്. ഞാൻ ആമസോണിൽ നിന്നാണ് മേടിച്ചത്. പക്ഷേ ഒരു കാര്യമെങ്കിൽ എനിക്കിതിൻ്റെ പാക്കിങ് ഇഷ്ടമായില്ല. അവർ ആമസോൺ അത് പാക്ക് ചെയ്തത് ഭയങ്കര മോശമായിട്ടായിരുന്നു. അത് നമ്മൾ പറയണമല്ലോ, അതായത് സാധാരണ ആമസോണിൽ നിന്ന് സാധനങ്ങളെല്ലാം നല്ല പാക്കിങ്ങും നല്ല കവറേജിങ്ങൊക്കെയാണ്. പക്ഷേ ഇത് വന്നിട്ട് മോശമായിട്ടുള്ളൊരു പാക്കേജിങ് ആയിരുന്നു. ഇതിൽ നിന്ന് 1-2 പുറത്ത് കിടക്കുമായിരുന്നു. ഓക്കെ, അങ്ങനെയായിരുന്നു ഇത്. അപ്പം അതുകൊണ്ട് ആമസോൺ അതൊന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത് ഇപ്പം ഞാൻ ഫസ്റ്റാണ് ഇത് ഞാൻ ഇതുവരെ യൂസ് ചെയ്ത് നോക്കിയില്ല. അങ്ങനെ തന്നെ ഇരിക്കുകയാണ്. ഇത് 6 പ്രോഡക്റ്റാണ് നമുക്ക് വീട്ടിൽ തന്നെ ഫേഷ്യൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 3 പ്രാവശ്യമൊക്കെ നമുക്ക് ഇതിൽ നിന്ന് യൂസ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു. അങ്ങനെ അപ്പോൾ ഇതെങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്നൊക്കെ നമുക്ക് നോക്കാം. നമ്മൾ പുറത്തൊക്കെ പോയി ഫേസ് ഭയങ്കര പൊല്യൂട്ടഡ് ആയിട്ട് ഇരിക്കുകയാണ്. നമ്മൾ ഫേഷ്യലൊക്കെ ചെയ്തിട്ട് കുറച്ച് നാളായി എങ്കിൽ നമുക്ക് പാർലറിൽ പോകുന്നതിന് പകരം വീട്ടിലിരുന്ന് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. 6 പ്രോഡക്റ്റ്സാണ് ഇതിലുള്ളത്. ബാക്കിൽ കുറച്ച് ന്യൂസൻസ് ഉണ്ട്, കാരണം ഇലക്ഷൻ വർക്കിൻ്റെ സൗണ്ട് പോകുന്നുണ്ട്. അതുകൊണ്ട് കുറച്ച് ബാക്ക്ഗ്രൗണ്ട് വോയിസ് കേൾക്കാം. സോറി, വെട്ടത്തിൻ്റെ ഇഷ്യൂ കൊണ്ടാണ്. ഞാൻ പറഞ്ഞല്ലോ, വെട്ടത്തിൻ്റെ ഇഷ്യൂ കൊണ്ടാണ് ഞാൻ പുറത്തോട്ട് വന്നത്. അപ്പോൾ ഇതും ഓക്കെ, ലീവ് ഇറ്റ്. അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ ഫേഷ്യൽ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത് കാണുന്ന ബെൽ ഐക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ ആരും മറക്കരുതേ. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഇതിൻ്റെ പാക്കേജിങ് ഇങ്ങനെയാണ്. പോൺസിൻ്റെ ചാർക്കോൾ ആൻറ്റി പൊല്യൂഷൻ ഫേഷ്യൽ കിറ്റാണ്. ഹെൽപ്സ് റിമൂവ് ഡൾനെസ് ആൻഡ് പൊല്യൂഷൻ ടു അൺകവർ ഫെയർനെസ് എന്നവർ ഇതിൽ നോട്ട് ചെയ്തിട്ടുണ്ട്. പോൺസിൻ്റെ ഒരു ന്യൂ ലോഞ്ചിങ് പ്രോഡക്റ്റാണ് കേട്ടോ ഇത്. ഇതിൻ്റെ ഉൾവശം ഇങ്ങനെയാണ് ഇരിക്കുന്നത്. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ചെയ്യാനുള്ള കാര്യങ്ങൾ 1, 2, 3 എന്നവർ നോട്ട് ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫേസ് വാഷാണ്. ഇതിലടങ്ങിയിരിക്കുന്നത് ആക്ടിവേറ്റഡ് കാർബൺ ആണ്. അപ്പോൾ ഇതിൻ്റെ പ്രോസസ്സ് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്കിന്നിലുള്ള ഇമ്പ്യൂരിറ്റീസിനെയും പൊല്യൂഷനെയൊക്കെ റിമൂവ് ചെയ്യാനാണ് ഇത് ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഇത് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് ഒന്നുകിൽ നമ്മുടെ മുഖം ഒന്ന് വെറ്റാക്കി വയ്ക്കുക, അല്ലെങ്കിൽ നമ്മുടെ ജസ്റ്റ് ഒരു ഹാൻഡ് ഒന്ന് വെറ്റാക്കി കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. നമ്മൾ നോർമൽ ഫേസ് വാഷ് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്? ഫേസ് ഒന്ന് വെറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ക്രീം അപ്ലൈ ചെയ്യുക, നല്ലതായിട്ടൊരു മസാജ് കൊടുക്കുക, പിന്നെ ഒന്ന് വാഷ് ഔട്ട് ചെയ്യുക. അത്രേ തന്നെ ഇതിലും ഉള്ളൂ. അപ്പോൾ ഫേസ് വാഷ് കഴിഞ്ഞിട്ട് സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് പോൺസിൻ്റെ പൊല്യൂഷൻ ഓഫ് സ്ക്രബാണ്. അപ്പോൾ ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് വാൾനട്ട് ഷെൽ പൗഡറാണ്. ഇത് നന്നായിട്ട് നമ്മുടെ ഡെഡ് സ്കിന്നിനെയൊക്കെ എക്സ്ഫോളിറ്റ് ചെയ്യുന്നു. കൂടാതെ തന്നെ എക്സ് ആയിട്ടുള്ള ഓയിലൊക്കെ ഉണ്ടെങ്കിൽ റിമൂവ് ചെയ്യാനും ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഡ്രൈ ആയിരിക്കുന്ന ഫേസിൽ ഒരിക്കലും നമ്മൾ സ്ക്രബ് ചെയ്യരുത്. നമ്മൾ ജസ്റ്റ് ഫേസ് ഒന്ന് വെറ്റ് ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ സ്ക്രബ് ചെയ്ത് കൊടുക്കുക. അതുപോലെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ജെന്റ്ലി ആയിട്ടുള്ളൊരു മസാജ് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. ഭയങ്കര ഹാർഷായിട്ട് നമ്മുടെ ഫേസിൽ ഇത് അപ്ലൈ ചെയ്യാൻ പാടില്ല. നമ്മുടെ ഫേസിൽ പോറലോ പാടുകളോ ഒന്നും തന്നെ വരാൻ പാടില്ല. അപ്പോൾ 5 to 7 മിനിറ്റ്സ് നമുക്ക് നന്നായിട്ടൊരു മസാജ് കൊടുക്കാം. ഇടയ്ക്ക് നമ്മുടെ കൈയോ ഫേസോ ഒന്ന് ഡ്രൈ ആവുകയാണെങ്കിൽ നമുക്ക് ജസ്റ്റ് കൈ ഒന്ന് വെള്ളത്തിൽ മുക്കിയിട്ട് നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് പോൺസിൻ്റെ നറിഷിംഗ് ക്രീമാണ് അപ്ലൈ ചെയ്യാൻ പോകുന്നത്. ഇതൊരു ജെൽ ടൈപ്പ് ക്രീമാണ്. നല്ലൊരു മണമാണ് കേട്ടോ ഇതിനുള്ളത്. ഹാർഡായിട്ടുള്ള മണമൊന്നുമല്ല, ക്രീമിനെ പോലെ തന്നെ ലൈറ്റും സോഫ്റ്റും ആയിട്ടുള്ളൊരു മണമാണ്.
അപ്പോൾ ഇതിലടങ്ങിയിട്ടുള്ളത് വൈറ്റമിൻ B3യും വൈറ്റമിൻ ഇയും ആണ്. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പിലൂടെ നമുക്ക് നമ്മുടെ ഫേസിനെ നന്നായിട്ട് ഹൈഡ്രേറ്റ് ചെയ്യാനും നറിഷ് ചെയ്യാനും സാധിക്കുന്നതാണ്. നമ്മുടെ ഫിംഗർ ടിപ്പ് കൊണ്ട് നന്നായിട്ടൊരു മസാജ് നമ്മുടെ ഫേസിന് കൊടുക്കേണ്ടതാണ്. അപ്പോൾ ഈ ക്രീം യൂസ് ചെയ്തതിന് ശേഷം നമുക്ക് വാഷ് ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് നമ്മുടെ ഈ ക്രീം നന്നായിട്ട് നമ്മുടെ സ്കിന്നിലൊന്ന് അബ്സോർവ് ചെയ്യാൻ വിടുക. വാഷ് ചെയ്യേണ്ട ആവശ്യമില്ല, ഒന്നും ചെയ്യേണ്ട. അത് നമ്മുടെ സ്കിന്നിൽ നന്നായിട്ട് അബ്സോർവ് ആവുന്നതാണ്. അബ്സോർവ് ആയി കഴിഞ്ഞതിന് ശേഷം നമുക്ക് അടുത്ത സ്റ്റെപ്പിലോട്ട് പോകുന്നതാണ്. അപ്പോൾ നെക്സ്റ്റ് 4th സ്റ്റെപ്പാണ്. അതെൻ്റെ ഫേവറേറ്റ് സ്റ്റെപ്പാണ്. അതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് പോൺസിൻ്റെ ഡീപ്പ് മസാജിങ് ക്രീമാണ്. ഇതിലടങ്ങിയിരിക്കുന്ന മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ഗ്ലിസറിനും ഓട്സ് എക്സ്ട്രാക്റ്റും ആണ്. അപ്പോൾ ഇത് രണ്ടും നമ്മുടെ ഫേസിന് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള നല്ല കിടിലം 2 സാധനങ്ങളാണ്. ഇത് നമ്മുടെ ഫേസിനെ നന്നായിട്ട് മോയ്സ്ചറൈസ് ചെയ്ത് വെക്കുകയും നല്ല ഹെൽത്തി ആയിട്ട് ഗ്ലോ കിട്ടാനും ഇത് നല്ല ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കൂടാതെ ഇതിൻ്റെ മണം എന്ന് പറയുന്നത് നല്ലൊരു തിന്നായിട്ടുള്ള നല്ല സൂപ്പറായിട്ടുള്ളൊരു മണമാണ്. നമുക്ക് ഇറിറ്റേറ്റ് ചെയ്യുന്ന സ്മെല്ലൊന്നുമല്ല. ഈ 6 പ്രോഡക്റ്റ്സിനും ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ള ഒരു സ്മെല്ലും ഇല്ല. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സ്മെല്ല് തന്നെയാണ്. അപ്പോൾ ഇത് മസാജിങ് ക്രീമാണല്ലോ. അപ്പോൾ ഇത് നന്നായിട്ട് നല്ല രീതിയിലൊരു മസാജ് കൊടുക്കണം. അതുപോലെ തന്നെ നമ്മൾ ഇടയ്ക്ക് ഡ്രൈ ആവുന്നുണ്ടെങ്കിൽ കൈ ഒന്ന് നനച്ചിട്ട് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. പാർലറിൽ പോയിട്ട് ഫേഷ്യൽ ചെയ്യുമ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ മസാജിങ് സ്റ്റെപ്പാണ്. നമ്മുടെ തലയിലോ നമ്മുടെ മുഖത്തോ ആരെങ്കിലും ഒന്ന് കൈ കൊണ്ടൊന്ന് തടവുകയോ ഒന്ന് തൊടുകയോ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നല്ല റിലാക്സേഷൻ കിട്ടുന്നതാണ് അല്ലേ. അപ്പോൾ നമ്മൾ വിചാരിക്കും ഇതുപോലെ എന്നും ചെയ്തു തരാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്ന് നമ്മൾ ആഗ്രഹിക്കും. പക്ഷേ നിർഭാഗ്യവശാൽ ചിലർക്കൊന്നും അത് കിട്ടാറില്ല. കാശ് കൊടുത്ത് വേണമെങ്കിൽ പാർലറിൽ പോയി ചെയ്യിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഫേഷ്യലിൻ്റെ ഒരു കംപ്ലീറ്റ് എഫക്റ്റ് നമ്മുടെ ഫേസിൽ കിട്ടണമെങ്കിൽ അതിന് മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പാർട്ടാണ് മസാജ് കിടലായിട്ട് കിട്ടുവാണെങ്കിൽ നമുക്ക് അത് നമ്മുടെ ഫേസിന് നല്ലൊരു എഫക്റ്റ് ആഫ്റ്റർ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നതാണ്. ഫേസിൻ്റെ എല്ലാ ഭാഗത്തും ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്ത് മസാജ് ചെയ്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക. അത് നമ്മുടെ ഫേസിന് നല്ലൊരു ഗ്ലോ കൊണ്ടുവരാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ ഒരു 10 to 15 മിനിറ്റ്സ് മസാജ് കൊടുത്തതിന് ശേഷം നമുക്ക് ഒരു വെറ്റ് ടിഷ്യൂ കൊണ്ട് നമുക്കത് തുടച്ചളയാവുന്നതാണ്. കഴുകേണ്ട ആവശ്യമില്ല, ഒന്ന് തുടച്ച് എടുത്താൽ മാത്രം മതി. അങ്ങനെ നമ്മുടെ 4th സ്റ്റെപ്പ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അടുത്ത നെക്സ്റ്റ് 5th സ്റ്റെപ്പ് എന്ന് പറയുന്നത് പോൺസിൻ്റെ ചാർക്കോൾ പീൽ ഓഫ് മാസ്ക് ആണ്. അപ്പോൾ ഈ ചാർക്കോൾ വന്നിട്ട് ഒരു ലിക്വിഡായിട്ടാണ്, ഭയങ്കരമായിട്ടുള്ള ഒരു ലിക്വിഡ് കൺസിസ്റ്റൻസിയിലാണ് ഇരിക്കുന്നത്. ഞാൻ VLCCയുടെ പീൽ ഓഫ് മാസ്ക് യൂസ് ചെയ്തിട്ടുണ്ട്. അത് വന്നിട്ടൊരു തിക്ക് പേസ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഇത് ഇത്തിരി ലിക്വിഡായിട്ടാണ് ഇരിക്കുന്നത്. അതുപോലെ പീൽ ഓഫ് മാസ്ക് നമുക്ക് 1 ടൈം യൂസ് ആണ് ഇതിൽ പറ്റുള്ളൂ, ഈ ഒരു പാക്കിൽ പറ്റുള്ളൂ. ബാക്കി എല്ലാ പ്രോഡക്റ്റും തന്നെ നമുക്കൊരു 3-4 പ്രാവശ്യം യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. പീൽ ഓഫ് മാസ്ക് കണ്ട ലിക്വിഡായിട്ടായിരിക്കുന്നത്. മറ്റൊക്കെ ഒത്തിരി ഒരു ടൈറ്റനായിട്ടുള്ളൊരു കൺസിസ്റ്റൻസിയിലായിരുന്നു. അപ്പോൾ ഞാനിത് ഫേസ് മൊത്തവും കവർ ചെയ്ത് ചെയ്യുന്നില്ല. എൻ്റെ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഉള്ളിടത്ത് മാത്രം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ സ്ഥലം ഒന്ന് ഞാൻ വീണ്ടും മാറിയിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ മഴ പെയ്തു തുടങ്ങി, അതുകൊണ്ട് ഞാൻ താഴേക്ക് വന്നു. അപ്പോൾ പീൽ ഓഫ് മാസ്കിനെ കുറിച്ച് പറയുവാണെങ്കിൽ VLCCയുടെ പീൽ ഓഫ് മാസ്കിനെ അപേക്ഷിച്ചത് നോ അത്ര പോരാ എന്നാണ് എൻ്റെ പേഴ്സണൽ അഭിപ്രായം. സ്ക്രബിന് ശേഷം ഉണ്ടായിരുന്ന വൈറ്റ് ഹെഡ്സ് മാത്രമാണ് ഇത് റിമൂവ് ചെയ്തിരിക്കുന്നത്. എൻ്റെ ബ്ലാക്ക് ഹെഡ്സ് ഒന്നും തന്നെ റിമൂവ് ചെയ്യാൻ ഇതിന് കഴിഞ്ഞില്ല. പക്ഷേങ്കിൽ ഒരു ബ്രൈറ്റ്നെസ് ഫേസിന് കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു സോഫ്റ്റ് ടെക്സ്ചറും കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ 5th സ്റ്റെപ്പും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ 6th ആൻഡ് ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് പോൺസിൻ്റെ പൊല്യൂഷൻ പ്രൊട്ടക്ഷൻ ക്രീമാണ് യൂസ് ചെയ്യുന്നത്.
പൊല്യൂഷൻ പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞപ്പോൾ തന്നെ കാര്യം മനസ്സിലായി കാണുമല്ലോ അല്ലേ. അപ്പോൾ നമ്മൾ ഇത്രയും സ്റ്റെപ്പൊക്കെ ചെയ്ത് വരുമ്പോൾ തന്നെ നമ്മുടെ പോഴ്സ് എല്ലാം ഓപ്പൺ ആയിരിക്കും ഇല്ലേ. അപ്പോൾ നമ്മുടെ ഈ മോയ്സ്ചറൈസർ ചെയ്യുന്ന അതേ പ്രോസസ്സ് തന്നെയാണ് ഇതിൽ ചെയ്യുന്നത്. അതായത് ഇത് നമ്മുടെ ഓപ്പൺ പോഴ്സിലൊക്കെ കയറി ഫില്ലായിട്ട് അപ്പോൾ ഇനി വരുന്ന ഡോട്ട്സിനെയും കാര്യങ്ങളെയൊന്നും അകത്തേക്ക് നമ്മുടെ സ്കിന്നിനുള്ളിലേക്ക് എൻ്റർ ചെയ്യിക്കാതെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്രൊട്ടക്റ്റ് ചെയ്ത് വയ്ക്കുന്ന ഒരു ക്രീമാണ് ഇതൊരു വൈറ്റ് കാസ്റ്റാണ് ഈ ക്രീമിനുള്ളത്. അപ്പം ഇപ്പോൾ എൻ്റെ ഫേസിൽ കണ്ടില്ലേ, അത് നന്നായിട്ട് മസാജ് ചെയ്ത് ബ്ലെൻഡ് ചെയ്ത് വന്നപ്പോഴാണ് അതിൻ്റെ ഒരു വൈറ്റ് കാസ്റ്റ് മാറി മാറി വന്നത്. അല്ലാതെ നല്ലപോലെ ബ്ലെൻഡ് ചെയ്യാതെ വിട്ട് കഴിഞ്ഞാൽ അത് നമ്മുടെ പുട്ടി അടിച്ചതുപോലെ നമ്മൾ പൗഡർ ഇങ്ങനെ വാരി അപ്പിയതുപോലെ ഇരിക്കും. അപ്പോൾ അതുകൊണ്ട് ഇത് ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് നന്നായിട്ടൊരു മസാജ് കൊടുക്കുക. അപ്പോഴത്തേനും ഇത് നന്നായിട്ട് ബ്ലെൻഡായിട്ട് ആ ഒരു വൈറ്റ് കാസ്റ്റ് മാറിക്കിട്ടും. ഇത് വന്നിട്ട് എല്ലാ സ്കിൻ ടൈപ്പ് ഉള്ളവർക്കും യൂസ് ചെയ്യുന്നതാണ്. 6 പ്രോഡക്റ്റും എല്ലാ സ്കിൻ ടൈപ്പിനും യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതൊരു അഫോർഡബിൾ പ്രൈസിലും കൂടിയാണ് വരുന്നത്. ആമസോൺ, നൈക്ക പോലുള്ള എല്ലാ സൈറ്റിലും അവൈലബിൾ ആണ്. അപ്പോൾ ഒരു കിറ്റ് നിങ്ങൾ കയ്യിൽ കരുതി കഴിഞ്ഞാൽ 3-4 പ്രാവശ്യം പാർലറിൽ പോയി ക്യാഷ് കൊടുക്കുന്നത് നമുക്ക് ഒഴിവായി കിട്ടും. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ ആരും മറക്കരുത്. അപ്പോൾ അടുത്തൊരു കിടിലൻ വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റ ബൈ ബൈ.